Question paper revision, second chapter, unit and measurement, part 2. 2018 improvement exam ന് ചോദിച്ചത്. The centripetal force depends on mass of the body, velocity and radius of circular path. Centripetal force മാസിനെ, വെലോസിറ്റിനെ, റേഡിയസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു. Find the expression for centripetal force acting on the body using principle of dimensional analysis. ഇപ്പോൾ ഡയമെൻഷണൽ അനാലിസിസ് യൂസ് ചെയ്തിട്ട് സെൻട്രിപെറ്റൽ ഫോഴ്സിനുള്ള ഒരു എക്സ്പ്രഷൻ ഡിറൈവ് ചെയ്യുക. ടേക്ക് കോൺസ്റ്റന്റ് k is equal to 1. കെയുടെ വാല്യൂ 1 ആയിട്ട് എടുക്കുക. 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ് വന്നിട്ടുള്ളത്. അപ്പൊ ഇവിടെ സെൻട്രിപെറ്റൽ ഫോഴ്സ് എഫ് 3 കാര്യങ്ങളെ ഡിപ്പെൻഡ് ചെയ്യുന്നു: മാസ്, വെലോസിറ്റി, റേഡിയസ്. അപ്പൊ അത് നമ്മൾ ആദ്യം ഒരു ഫോർമുലേറ്റ് എഴുതുന്നു. എഫ് പ്രൊപ്പോർഷണൽ ടു എം വി ആർ. എം റേസ്ഡ് എ എന്ന് പറയുന്നത് എമ്മിന്റെ ഡയമെൻഷൻ ആയിട്ട് എടുക്കുന്നു. വി റേസ്ഡ് ബി, അതുപോലെ തന്നെ ആർ റേസ്ഡ് സി. നമ്മൾ എയുടെ ബിയുടെ സിയുടെ വാല്യൂ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു പറഞ്ഞാൽ എല്ലാറ്റിന്റെയും ഡയമെൻഷൻസ് രണ്ട് സൈഡിൽ എടുക്കുകയാണ്. അപ്പൊ നമുക്ക് കിട്ടുന്നത് എന്താണെന്ന് വെച്ചാൽ ഫോഴ്സിന്റെ ഡയമെൻഷണൽ ഫോർമുല നമുക്കറിയാം. എഫിന്റെ ഡയമെൻഷണൽ ഫോർമുല എം എൽ ടി റേസ്ഡ് -2 ആണ്. അതുപോലെ തന്നെ എം മാസാണ്, മാസിന്റെ ഡയമെൻഷൻ എം ആണ്, റേസ്ഡ് എ അതേപോലെ എഴുതി. വെലോസിറ്റി എന്ന് പറയുമ്പോൾ എൽ ടി റേസ്ഡ് -1 ആണ്, ഹോൾ റേസ്ഡ് ബി. ആർ എന്ന് പറഞ്ഞാൽ റേഡിയസ് ആണ്, വീണ്ടും ലെങ്ത് ആണ്, എൽ റേസ്ഡ് സി. നമ്മൾ ഇതിനെ ഒന്നുകൂടി റീഅറേഞ്ച് ചെയ്ത് എഴുതാണ്. അപ്പൊ നമുക്ക് ലെഫ്റ്റ് സൈഡിൽ അതുപോലെ തന്നെ എഴുതി എം എൽ ടി റേസ്ഡ് -2 പ്രൊപ്പോർഷണൽ ടു, ഇവിടെ എം മാത്രമേ ഉള്ളൂ, അപ്പൊ എം റേസ്ഡ് എ. ഇവിടെ എൽ റേസ്ഡ് ബി ഉണ്ട്, എൽ റേസ്ഡ് സി ഉണ്ട്, അപ്പൊ നമുക്ക് എന്ത് കിട്ടി? എൽ റേസ്ഡ് ബി പ്ലസ് സി. അതുപോലെ തന്നെ ടി റേസ്ഡ് -1 ഹോൾ റേസ്ഡ് ബി എന്ന് പറഞ്ഞാൽ ടി റേസ്ഡ് -ബി. നമ്മൾ ഡയമെൻഷൻസ് കമ്പയർ ചെയ്യാണ്, എമ്മിന്റെയും എല്ലിന്റെയും ടിയുടെയും രണ്ട് സൈഡിലെയും. അപ്പൊ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് നോക്കുക, എയുടെ വാല്യൂ 1 ആയിരിക്കും. കാരണം എമ്മിന്റെ ഡയമെൻഷൻ ഇവിടെ എ ആണ്, ഇവിടെ എമ്മിന്റെ ഡയമെൻഷൻ 1 ആണ്. അപ്പൊ എ എന്തിന് ഈക്വൽ ആണ്? 1 ഈക്വൽ ആണ്. ഇനി സെക്കൻഡ് കേസ് നോക്കുക. ബി എല്ലിന്റെ ഡയമെൻഷൻ നമ്മൾ നോക്കുകയാണ്. ഇവിടെ ബി പ്ലസ് സി ആണ്, ഇവിടെ എല്ലിന്റെ ഡയമെൻഷൻ 1 ആണ്. അപ്പൊ ബി പ്ലസ് സി ഈസ് ഈക്വൽ ടു 1. അടുത്ത കേസ് നമ്മൾ നോക്കുന്നു. ടിയുടെ ഡയമെൻഷൻ -b ആണ്, ടിയുടെ ഡയമെൻഷൻ -2 ആണ്. അപ്പൊ -b ഈസ് ഈക്വൽ ടു -2. ഇതിൽ നിന്ന് നമുക്ക് എന്തിന്റെ വാല്യൂ കിട്ടി? b ഈസ് ഈക്വൽ ടു 2 എന്ന് കിട്ടി. ഇനി ഈ ബിയുടെ വാല്യൂ നമ്മൾ എന്ത് ചെയ്യുന്നു പറഞ്ഞാൽ ഇക്വേഷനിൽ ബി പ്ലസ് സി ഈസ് ഈക്വൽ ടു 1 ബിക്ക് പകരം ഇത് കൊടുക്കുന്നു, 2 കൊടുക്കുന്നു. അപ്പൊ നമ്മൾ ഇക്വേഷൻ എന്തായിട്ട് മാറും? 2 പ്ലസ് സി ഈസ് ഈക്വൽ ടു 1. അതിൽ നിന്ന് സി ഈസ് ഈക്വൽ ടു 1 -2 എന്ന് കിട്ടി. അപ്പൊ -1 കിട്ടി. അപ്പൊ എയുടെ വാല്യൂ കിട്ടി, ബിയുടെ വാല്യൂ കിട്ടി, സിയുടെ വാല്യൂ കിട്ടി. ഈ 3 വാല്യൂസും നമ്മൾ എന്ത് ചെയ്യുന്നു പറഞ്ഞാൽ ഈ ഫസ്റ്റ് ഇക്വേഷനിൽ എയുടെയും ബിയുടെയും സിയുടെയും വാല്യൂ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. അപ്പൊ നമ്മൾ ഇക്വേഷൻ എന്തായിട്ട് മാറി? എഫ് പ്രൊപ്പോർഷണൽ ടു എം റേസ്ഡ് എയുടെ വാല്യൂ 1 ആണ്, വി റേസ്ഡ് ബിയുടെ വാല്യൂ 2 ആണ്, ആർ റേസ്ഡ് സിയുടെ വാല്യൂ ഏതാണ്? -1 ആണ്. ഈ ആർ റേസ്ഡ് -1 എന്ന് പറഞ്ഞാൽ ബൈ ആർ എന്ന് എഴുതാൻ പറ്റും. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? എഫ് പ്രൊപ്പോർഷണൽ ടു എം വി സ്ക്വയർ ഡിവൈഡഡ് ബൈ ആർ. പ്രൊപ്പോർഷണാലിറ്റി റിമൂവ് ചെയ്യാൻ നമ്മളൊരു കോൺസ്റ്റന്റ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യും. ആ കോൺസ്റ്റന്റിന്റെ വാല്യൂ ഇവിടെ തന്നിട്ടുണ്ട്, കെയുടെ വാല്യൂ 1 ആണെന്നുള്ളത്. അപ്പോൾ നമുക്ക് ഇക്വേഷനെ എങ്ങനെ എഴുതാൻ സാധിക്കും? എഫ് ഈസ് ഈക്വൽ ടു എം വി സ്ക്വയർ ഡിവൈഡഡ് ബൈ ആർ. ഇതാണ് സെൻട്രിപെറ്റൽ ഫോഴ്സിനുള്ള എക്സ്പ്രഷൻ ബൈ ഡയമെൻഷണൽ മെത്തേഡ്. അടുത്ത ക്വസ്റ്റ്യൻ. When the planet Jupiter is at a distance 824.7 million kilometers from Earth. എർത്തിൽ നിന്ന് ജൂപ്പിറ്ററിലേക്കുള്ള ദൂരമാണ് ഈ തന്നിട്ടുള്ളത്. എത്രയാണ്? 824.7 million kilometers. And its angular diameter is measured to be 35.72 second of an arc. ആംഗുലാർ ഡയമീറ്റർ തന്നിട്ടുണ്ട്. കാൽക്കുലേറ്റ് ദ ഡയമീറ്റർ ഓഫ് ജൂപ്പിറ്റർ. ജൂപ്പിറ്ററിന്റെ ഡയമീറ്റർ ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. നമ്മളെ ഫിഗർ ഇതാണ്. ഇതിൽ എന്തൊക്കെയാണ് തന്നിട്ടുള്ളത് നമുക്ക് നോക്കാം. ഈ ആംഗുലാർ ഡയമീറ്റർ തന്നിട്ടുണ്ട്, ഡിയും തന്നിട്ടുണ്ട്. ഡി തന്നിട്ടുണ്ട്, ഡിയുടെ വാല്യൂ ആണ് ഏത് വന്നിരിക്കുന്നത്? ഇത് വന്നിട്ടുള്ളത് 824.7 million kilometers എന്നുള്ളത്. അതുപോലെ തന്നെ തീറ്റയുടെ വാല്യൂ തന്നിട്ടുണ്ട്. എത്രയാണ്? 35.72 seconds ആണ്. നമ്മളോട് ബിയുടെ വാല്യൂ ആണ് കാണാൻ പറഞ്ഞിട്ടുള്ളത്. ഇവിടെ നമുക്ക് ഫോർമുല അറിയാം. ആംഗിൾ ഇസ് ഈക്വൽ ടു ആർക്ക് ബൈ റേഡിയസ് ആണ്. തീറ്റ ഇസ് ഈക്വൽ ടു ബി ബൈ ഡി ആണ്. ഇതിൽ നിന്ന് നമുക്ക് ബിയുടെ വാല്യൂ ആണ് കാണേണ്ടത്. ബി ഇസ് ഈക്വൽ ടു ഡി ഇൻറ്റു തീറ്റ ആണ്.
ഇനി ഡി എന്ന് പറയുന്നത് എന്താണ്? 824.7 മില്യൺ കിലോമീറ്റേഴ്സ് ആണ്. മില്യൺ എന്ന് പറയുമ്പോൾ എത്രയാണ്? 10⁻⁶ ആണ്. അതുപോലെ തന്നെ കിലോമീറ്റേഴ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ അതിനെ മീറ്ററിലേക്ക് മാറ്റുമ്പോൾ എത്രയാണ്? 10³ ആണ്. അപ്പൊ അത്രയും മീറ്റർ ആണ് നമുക്ക് ഡിയുടെ വാല്യൂ കിട്ടുന്നത്. അപ്പൊ മില്യൺ കിലോമീറ്റേഴ്സിനെ നമ്മൾ മീറ്ററിലേക്ക് മാറ്റി അപ്പൊ എന്തൊക്കെയായിട്ട് മൾട്ടിപ്ലൈ ചെയ്തു? 10⁻⁶ ആ മില്യണെ മീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ ഇവിടെ 10³ എന്ന് പറയുന്നത് കിലോമീറ്ററിനെ മീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യാൻ വേണ്ടി. അപ്പൊ ഡിയുടെ വാല്യൂ നമുക്ക് കിട്ടി. ഇനി തീറ്റയുടെ വാല്യൂ ആണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് സെക്കൻഡ്സ് ആണ്. സെക്കൻഡ്സിനെ നമുക്ക് എന്താക്കണം? റേഡിയൻ ആക്കി മാറ്റണം. കാരണം എല്ലാറ്റിനും SI യൂണിറ്റിലേക്ക് കൺവേർട്ട് ചെയ്യണം. എന്നിട്ട് നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യാനോ ആഡ് ചെയ്യാനോ സബ്ട്രാക്ട് ചെയ്യാനോ പറ്റുള്ളൂ. അപ്പോ തീറ്റ ഈസ് ഈക്വൽ ടു 34.72 സെക്കൻഡ്സ് എന്ന് പറയുമ്പോൾ ഒരു സെക്കൻഡ് എന്ന് പറയുന്നത് 4.85 into 10⁻⁻⁶ റേഡിയൻ ആണെന്ന് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ 35.72 സെക്കൻഡ്സ് പറഞ്ഞാൽ 35.72 into 4.85 into 10⁻⁻⁶ റേഡിയൻ ആണ്. അപ്പൊ ഡിയുടെയും തീറ്റയുടെയും വാല്യൂ. അപ്പൊ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, പ്രോബ്ലം വരുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന ഈ തന്നിരിക്കുന്ന ഗിവൺ ക്വാണ്ടിറ്റീസിനെ എല്ലാം നമ്മൾ SI യൂണിറ്റിലേക്കാണ് നോർമലി കൺവേർട്ട് ചെയ്യുന്നത്. നമുക്ക് രണ്ട് വാല്യൂസും കിട്ടി. ഇനി ഒന്നുമില്ല, ഡയറക്റ്റ് ആയിട്ട് ഫോമുല അപ്ലൈ ചെയ്യാം. അപ്ലൈ ചെയ്യുന്ന സമയത്ത് ആ വാല്യൂസ് തമ്മിൽ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്നു. മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് ഇതാ ഫസ്റ്റിലെ ഈ വാല്യൂ കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ അതേപോലെ എടുത്തെഴുതി. ഇൻറ്റു ഈ വാല്യൂ ആണ് വരുന്നത്, അതും ഇതേപോലെ തന്നെ എടുത്തെഴുതി. അപ്പോൾ കാൽക്കുലേറ്റർ വെച്ചിട്ട് നമുക്ക് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന വാല്യൂ ഇതാണ്. 2018 മാർച്ചിൽ 5 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചത്. സെലക്ട് എ ട്രൂ സ്റ്റേറ്റ്മെന്റ് ഫ്രം ദി ഫോളോയിങ്. അപ്പൊ ഇതിലെ ഒരു സ്റ്റേറ്റ്മെന്റ് ട്രൂ ആണ് താഴെ തന്നിട്ടുള്ളതിൽ. അതിൽ ഏതാണ് ശരി എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ ആദ്യത്തെ നോക്കുക, ഇയർ ആൻഡ് ലൈറ്റ് ഇയർ ഹാവ് ദ സെയിം ഡയമെൻഷൻ. ഇയറിനും ലൈറ്റ് ഇയറിനും ഒരേ ഡയമെൻഷൻ എന്ന് പറഞ്ഞാൽ, ഇയർ എന്ന് പറഞ്ഞാൽ ടൈമിന്റെ ഒരു യൂണിറ്റ് ആണ്. ലൈറ്റ് ഇയർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഡിസ്റ്റൻസിന്റെ യൂണിറ്റ് ആണ്. അപ്പൊ അത് തെറ്റാണെന്ന് നമുക്ക് മനസ്സിലാക്കും. ഇനി രണ്ടാമത്തെ നോക്കുക, ഇന്റൻസിറ്റി ഓഫ് ഗ്രാവിറ്റേഷണൽ ഫീൽഡ് ഹാസ് സെയിം ഡയമെൻഷൻ ആസ് ദാറ്റ് ഓഫ് ആക്സലറേഷൻ. ഇന്റൻസിറ്റി ഓഫ് ഗ്രാവിറ്റേഷണൽ ഫീൽഡിന്റെയും ആക്സലറേഷന്റെയും ഡയമെൻഷൻ സെയിം ആണ്. അപ്പൊ ഇനി എന്താണ് ഇന്റൻസിറ്റി ഓഫ് ഗ്രാവിറ്റേഷണൽ ഫീൽഡ് നമുക്കറിയാം. ഇന്റൻസിറ്റി ഓഫ് ഗ്രാവിറ്റേഷണൽ ഫീൽഡ് എന്ന് പറഞ്ഞാൽ ഫോഴ്സ് ബൈ മാസ് ആണ്. ഫോഴ്സ് ബൈ മാസ് എന്ന് പറഞ്ഞാൽ ആക്സലറേഷൻ ആണ്. ഇതും അതെ ആക്സലറേഷൻ ആണ് രണ്ടാമത്തെ ടേം. അപ്പൊ അതുകൊണ്ട് അത് കറക്റ്റ് ആണെന്ന് നമുക്ക് മനസ്സിലാവും. ഇനി മൂന്നാമത്തെ നമുക്ക് ഏതായാലും ഉത്തരം കിട്ടി, എന്നാലും മൂന്നാമത്തെ നോക്കുക. 1 ആങ്സ്ട്രോം ഈസ് ദ മീൻ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ സൺ ആൻഡ് എർത്ത്. സണ്ണിനും എർത്തിനും ഇടയിലുള്ള മീൻ ഡിസ്റ്റൻസ് ആങ്സ്ട്രോം ആണെന്നാണ് പറയുന്നത്. നമുക്കറിയാം സണ്ണിനും എർത്തിനും ഇടയിലുള്ള മീൻ ഡിസ്റ്റൻസിനെ നമ്മൾ ആസ്ട്രോണമിക്കൽ യൂണിറ്റ് എന്നാണ് പറയുന്നത്. നാലാമത്തെ നോക്കാം, പെർസെക് ഈസ് എ യൂണിറ്റ് ഓഫ് ടൈം. നമ്മൾ പഠിച്ചിട്ടുണ്ട് പെർസെക് എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസിന്റെ യൂണിറ്റ് ആണ്. അപ്പൊ ഇതിൽ ആൻസർ വരുന്നത് ബി ആണ്. ഇന്റൻസിറ്റി ഓഫ് ഗ്രാവിറ്റേഷണൽ ഫീൽഡ് ഹാസ് സെയിം ഡയമെൻഷൻ ആസ് ദാറ്റ് ഓഫ് ആക്സിലറേഷൻ. അതാണ് ട്രൂ. അടുത്ത ക്വസ്റ്റ്യൻ, ദ ആക്യുറസി ഇൻ മെഷർമെന്റ് ഡിപ്പെൻഡ്സ് ഓൺ ലിമിറ്റ് ഓഫ് റെസൊല്യൂഷൻ ഓഫ് എ മെഷറിംഗ് ഇൻസ്ട്രുമെന്റ്. ആക്യുറസി ലിമിറ്റ് ഓഫ് റെസൊല്യൂഷനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട് എന്നാണ്. സ്റ്റേറ്റ് വെദർ ദ അബോവ് സ്റ്റേറ്റ്മെന്റ് ഈസ് ട്രൂ ഓർ ഫാൾസ്. ഈ സ്റ്റേറ്റ്മെന്റ് ശരിയാണോ തെറ്റാണോ എന്നുള്ളതാണ്. അപ്പോൾ ലിമിറ്റ് ഓഫ് റെസൊല്യൂഷൻ കൂടുന്നതിനനുസരിച്ചിട്ട് ആക്യുറസി കൂടുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് നമ്മൾ ആൻസർ എന്താണ്? ട്രൂ ആണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, എ ഫിസിക്കൽ ക്വാണ്ടിറ്റി പി ഈസ് റിലേറ്റഡ് ടു 4 ഒബ്സർവബിൾസ് എ ബി സി ആൻഡ് ഡി ആസ് പി ഈസ് ഈക്വൽ ടു a³ b² ഡിവൈഡഡ് ബൈ √c into d. അപ്പൊ ഒരു റിലേഷൻ തന്നിട്ടുണ്ട്, പി ഈസ് ഈക്വൽ ടു a³ b² ബൈ √c into d. ഈ പറയുന്നത് ദ പെർസെൻറ്റേജ് എറർ ഇൻ ദ മെഷർമെന്റ് ഓഫ് എ ബി സി ആൻഡ് ഡി ആർ 1%, 3%, 2% ആൻഡ് 3%. അപ്പൊ എയുടെയും ബിയുടെയും സിയുടെയും ഡിയുടെയും പെർസെൻറ്റേജ് എററുകൾ കറക്റ്റ് ആയിട്ട് തന്നിട്ടുണ്ട്. വാട്ട് ഈസ് ദ പെർസെൻറ്റേജ് എറർ ഇൻ ദ മെഷർമെന്റ് ഓഫ് പി? പിയിലുള്ള പെർസെൻറ്റേജ് എറർ എന്താണെന്ന് കാണണം. അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം എന്ന് പറഞ്ഞാൽ ആ റിലേറ്റീവ് എററിനുള്ള അല്ലെങ്കിൽ പെർസെൻറ്റേജ് എററിനുള്ള ഫോർമുല എഴുതണം. നേരത്തെ നമ്മൾ ഇതേപോലെ ഒരു ഇക്വേഷൻ ചെയ്തിട്ടുള്ളതാണ്. അപ്പൊ ഇവിടെ നമുക്ക് എങ്ങനെ ഫോർമുല എഴുതാൻ നോക്കാം. ഇവിടെ ഡെൽറ്റ പി ബൈ പി ഈസ് ഈക്വൽ ടു, അപ്പൊ പിയുടെ നമുക്ക് എങ്ങനെ എഴുതാം, പിയുടെ ഡെൽറ്റ പി ബൈ പി ഇൻറ്റു 100. ഇനി a³ നമുക്ക് എങ്ങനെ എഴുതാം, 3 into ഡെൽറ്റ എ ബൈ എ ഇൻറ്റു 100. അതുപോലെ തന്നെ b² നമുക്ക് എന്താ എഴുതാം, 2 into ഡെൽറ്റ ബി ബൈ ബി ഇൻറ്റു 100 പ്ലസ് √c എന്ന് പറഞ്ഞാൽ c റേസ്ഡ് 1/2 ആണ്. അപ്പൊ അതുകൊണ്ട് നമുക്ക് 1/2 into ഡെൽറ്റ സി ബൈ സി ഇൻറ്റു 100 പ്ലസ് ഡിനെ ഡെൽറ്റ ഡി ബൈ ഡി ഇൻറ്റു 100. ഇതിൽ ഡെൽറ്റ ഡി ബൈ ഡി, ഡെൽറ്റ സി ബൈ സി, ഡെൽറ്റ ബി ബൈ ബി, ഡെൽറ്റ എ ബൈ എ,
ഡെൽറ്റ പി ബൈ ബി എന്നൊക്കെ പറയുന്നത് റിലേറ്റീവ് എററുകളാണ്. ഇനി ഇതിന്റെ ഓരോന്നിന്റെയും വാല്യൂ തന്നിട്ടുണ്ട്. ഇതാ നമുക്കറിയാം ഡെൽറ്റ എ ബൈ എ ഇൻറ്റു 100 1% ആണ്, ഡെൽറ്റ ബി ബൈ ബി ഇൻറ്റു 100 3% ആണ്, സിയുടെ വരുമ്പോൾ 2% ആണ്, ഡിയുടെ വരുമ്പോൾ 3% ആണ്. അപ്പൊ ഈ വാല്യൂസ് നമ്മൾ കറക്റ്റ് ആയിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. അപ്പൊ നമുക്ക് കിട്ടുന്നത് നോക്കുക, 3 ഇൻറ്റു ഡെൽറ്റ എ ബൈ എ ഇൻറ്റു 100ന്റെ നമുക്കറിയാം ഇവിടെ 1% ആണ്, അപ്പൊ 3 ഇൻറ്റു 1. 2 ഇൻറ്റു ഡെൽറ്റ ബി ബൈ ബിയുടെ എത്ര വരുന്നത് 3% ആണ്, അപ്പൊ അതേപോലെ എഴുതി. ഇനി സിയുടെ ഇവിടെ 2% ആണ്, അപ്പൊ 2 എഴുതി. പ്ലസ് ഡിയുടെ ഇവിടെ എത്ര പെർസെന്റേജ് ആണ് 3% ആണ്. അപ്പൊ ഇതെല്ലാം കൂടി ആഡ് ചെയ്യുമ്പോൾ ഇവിടെ 3 കിട്ടി, ഇവിടെ 6 കിട്ടി, 2 ക്യാൻസൽ ചെയ്യുമ്പോൾ 1 ആയി, ഇവിടെ 3 കിട്ടി. അപ്പൊ എത്ര പെർസെന്റേജ് ആണ് 13% ആണ് ആൻസർ വരുന്നത്. 2017 ഇംപ്രൂവ്മെന്റ് എക്സാമിന് ചോദിച്ചാണ് നാച്ചർ ഓഫ് എ ഫിസിക്കൽ ക്വാണ്ടിറ്റി ഈസ് ഡിസ്ക്രൈബ്ഡ് ബൈ ഇറ്റ്സ് ഡയമെൻഷൻ. ഡയമെൻഷൻ ഉപയോഗിച്ചിട്ട് ഫിസിക്കൽ ക്വാണ്ടിറ്റിനെ ഡിസ്ക്രൈബ് ചെയ്യാം. ചെക്ക് കറക്റ്റ്നെസ് ഓഫ് ദി ഇക്വേഷൻ v is equal to v0 plus at ബൈ ഡയമെൻഷണൽ മെത്തേഡ്. അപ്പൊ v is equal to v0 plus at എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് v is equal to u plus at ഡിറൈവ് ചെയ്തിട്ടുണ്ട്. അത് തന്നെയാണ് ഇത് സാധനം വരുന്നത്. അപ്പൊ വിയുടെ ഡയമെൻഷൻ എന്ന് പറഞ്ഞാൽ lt raised മൈനസ് ആണ്, -1 ആണ്. v0 എന്ന് പറഞ്ഞാൽ ഇനീഷ്യൽ വെലോസിറ്റി ആണ്, വീണ്ടും lt raised -1 ആണ്. at എന്ന് പറയുന്നതാണ് അടുത്ത ടേം വരുന്നത്, എയുടെ lt raised -2 ഇൻറ്റു ടൈം t, അപ്പൊ lt raised -1. അപ്പൊ മൂന്നിന്റെയും ഡയമെൻഷൻ സെയിം ആണ് വരുന്നത്. അതുകൊണ്ട് നമുക്ക് ഇക്വേഷൻ എങ്ങനെയെന്ന് പറയാം, കറക്റ്റ് ആണെന്ന് പറയാൻ പറ്റും. അടുത്തത്, ബിസൈഡ്സ് ദ 7 ബേസ് യൂണിറ്റ്സ് ദർ ആർ 2 more യൂണിറ്റ്സ് ഇൻ SI സിസ്റ്റത്തിൽ 7 ബേസ് യൂണിറ്റ്സും 2 അതർ യൂണിറ്റ്സും ഉണ്ട്. ദ യൂണിറ്റ് ഓഫ് സോളിഡ് ആംഗിൾ, ഇതിൽ ഏതാണ് സോളിഡ് ആംഗിളിന്റെ യൂണിറ്റ് എന്ന് ചോദിച്ചത്? റേഡിയൻ നമുക്കറിയാം ആംഗിളിന്റെ ആണ്. അപ്പൊ ഇവിടെ ആൻസർ ഏതാ വരുന്നത്? റേഡിയൻ ആണ് സോളിഡ് ആംഗിളിന്റെ യൂണിറ്റ് വരുന്നത്. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് എ ഡയമെൻഷണൽ കോൺസ്റ്റന്റ്? ഡയമെൻഷണൽ കോൺസ്റ്റന്റ് ഉള്ളത് താഴെ കൊടുത്തതിൽ ഏതാണ്? റിലേറ്റീവ് എറർ ഓഫ് മെഷർമെന്റ്, റിലേറ്റീവ് ഡെൻസിറ്റി, ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റന്റ്, സ്ട്രെയിൻ. ഇപ്പൊ റിലേറ്റീവ് എന്ന് പറഞ്ഞാൽ മുകളിലും താഴെ ഒരേ ക്വാണ്ടിറ്റി ആവും, അപ്പൊ അതിനെന്തുണ്ടാവില്ല, ഡയമെൻഷൻ ഉണ്ടാവില്ല. പിന്നുള്ളത് ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റന്റ് ആണ്, അതിന് ഡയമെൻഷൻ ഉണ്ട്. സ്ട്രെയിൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഡയമെൻഷൻ ഇല്ലാത്ത ക്വാണ്ടിറ്റി ആണെന്ന്. അപ്പൊ ആൻസർ ഏതാ വരുന്നത്? മൂന്നാമത്തെയാണ് ചോയ്സ് വരുന്നത്, ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റന്റ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. The figure below shows the parallax method to measure the distance d of a planet s from Earth. അപ്പോൾ ഫിഗർ പാരലാക്സ് മെത്തേഡിന്റെ നമുക്ക് ആ ഫിഗർ നമ്മൾ കണ്ടിട്ടുണ്ട്. മാർക്ക് ദ പാരലാക്സ് ആംഗിൾ തീറ്റ ഇൻ ദ ഫിഗർ. ഫിഗറിലെ പാരലാക്സ് ആംഗിൾ മാർക്ക് ചെയ്യണം. ആൻഡ് എക്സ്പ്ലെയിൻ ഹൗ ഡിസ്റ്റൻസ് d ക്യാൻ ബി മെഷർഡ്. d ഡിസ്റ്റൻസ് എങ്ങനെ മെഷർ ചെയ്യാം, അതായത് ഫോർമുല എഴുതണം. അപ്പൊ ഇവിടെ നമ്മൾ ആൻസർ നമുക്കറിയാം, ഫിഗറിൽ ഏതാണ് പാരലാക്സ് ആംഗിൾ, ഇതാണ് തീറ്റ. അപ്പൊ ഇവിടെ ഈ തീറ്റ എന്ന് നമ്മൾ അടയാളപ്പെടുത്തുക, അത്രമാത്രമാണ് വേണ്ടത്. അതിനാണ് ഒരു മാർക്ക് നമുക്ക് കിട്ടുന്നത്. ഇനി ഇവ തമ്മിലുള്ള ഫോർമുല നമുക്കറിയാം, ആംഗിൾ ഇസ് ഈക്വൽ ടു ആർക്ക് ബൈ റേഡിയസ് ആണ്. അപ്പൊ തീറ്റ ഇസ് ഈക്വൽ ടു ബി ബൈ ഡി. ഇതിൽ നിന്ന് ഡിക്കുള്ള വാല്യൂ എന്താണ്? ഡി ഇസ് ഈക്വൽ ടു ബി ബൈ തീറ്റ. അടുത്തത്, ചെക്ക് വെദർ ദ ഇക്വേഷൻ mv സ്ക്വയർ ഇസ് ഈക്വൽ ടു mgh ഈസ് ഡയമെൻഷനലി കോൺസിസ്റ്റന്റ്. mv സ്ക്വയർ ഇസ് ഈക്വൽ ടു mgh ഡയമെൻഷനലി കറക്റ്റ് ആണോ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. ബേസ്ഡ് ഓൺ ദി അബോവ് ഇക്വേഷൻ ജസ്റ്റിഫൈ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്. അപ്പൊ അബോവ് ഇക്വേഷന്റെ ബേസിൽ നമ്മൾ താഴെ കൊടുക്കുന്ന ആ സ്റ്റേറ്റ്മെന്റ് ഒന്ന് ജസ്റ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട്, എ ഡയമെൻഷനലി കറക്റ്റ് ഇക്വേഷൻ നീഡ് നോട്ട് ബി ആക്ച്വലി എക്സാക്ട് ഇക്വേഷൻ. ഡയമെൻഷനലി കറക്റ്റ് ഇക്വേഷൻ എക്സാക്ട് ഇക്വേഷനും ആകണമെന്നില്ല എന്നുള്ള സ്റ്റേറ്റ്മെന്റിനെ ജസ്റ്റിഫൈ ചെയ്യാം, അതായത് ശരിയാണോ തെറ്റാണോ എന്ന് പറയാൻ വേണ്ടിയിട്ട്. അപ്പൊ ആദ്യം നമുക്ക് എന്ത് ചെയ്യാം, ഡയമെൻഷണൽ കറക്റ്റ്നെസ് ചെക്ക് ചെയ്യാം. എം വി സ്ക്വയറിന്റെ ഡയമെൻഷണൽ കറക്റ്റ്നെസ് എമ്മിന്റെ എം ആണ്, വി സ്ക്വയറിന്റെ എൽ ടി റേസ്ഡ് -1 ഹോൾ സ്ക്വയർ ആണ്. അപ്പൊ നമുക്ക് കിട്ടുന്നത് എം, എല്ലിന്റെ വരുമ്പോ എൽ സ്ക്വയർ, ടിയുടെ ടി റേസ്ഡ് -2, അപ്പൊ എം എൽ സ്ക്വയർ ടി റേസ്ഡ് -2. ഇനി എം ജി എച്ചിന്റെ നമുക്ക് നോക്കാം. എം ജി എച്ചിന്റെ എമ്മിന്റെ എം തന്നെ, ജിയുടെ ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ആണ്, ആക്സലറേഷൻ ആണ്, എൽ ടി റേസ്ഡ് -2, എച്ച് എന്ന് പറഞ്ഞാൽ എൽ, അപ്പൊ വീണ്ടും എം എൽ സ്ക്വയർ ടി റേസ്ഡ് -2. അപ്പൊ രണ്ടും സെയിം ആണ്. അതുകൊണ്ട് ഇക്വേഷൻ എങ്ങനെയാണ്, ഡയമെൻഷനലി കോൺസിസ്റ്റന്റ് ആണ്, അല്ലെങ്കിൽ ഡയമെൻഷനലി കറക്റ്റ് ആണ്. ബട്ട് ആക്ച്വൽ ഇക്വേഷൻ ഈസ് ഹാഫ് എം വി സ്ക്വയർ ഇസ് ഈക്വൽ ടു എം ജി എച്ച്. അപ്പൊ ഇവിടെ എം വി സ്ക്വയറിൽ നമുക്കല്ല കൈനറ്റിക് എനർജി ഈസ് ഈക്വൽ ടു പൊട്ടൻഷ്യൽ എനർജി എന്നാണ്, ഹാഫ് എം വി സ്ക്വയർ ഇസ് ഈക്വൽ ടു എം ജി എച്ച് ആണ്. അപ്പൊ നമ്മളെ സ്റ്റേറ്റ്മെന്റ് വളരെ കറക്റ്റ് ആണ്. ഡയമെൻഷനലി കറക്റ്റ് ഇക്വേഷൻ എപ്പോഴും എക്സാക്ട് ഇക്വേഷൻ ആയിക്കൊള്ളണമെന്നില്ല എന്നുള്ള സ്റ്റേറ്റ്മെന്റ് എന്താണ്, കറക്റ്റ് ആണ്.